നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് വനം വകുപ്പ് നൽകിയിട്ടുണ്ട്. പല മേഖലകളിലും വീടിലെ പല ഭാഗങ്ങളിലും വൃത്തിയാക്കുക, എന്തെങ്കിലും സാധനങ്ങൾ അവിടെ കൂട്ടിയിടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക എന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ തന്നെ നൽകുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഒരു ദൃശ്യം പുറത്തു വന്നിരിക്കുകയാണ്. അത് കോഴിക്കോട് കല്ലാച്ചിയിലാണ് നടന്നിരിക്കുന്നത്. പാമ്പ് കടിയിൽ നിന്നും വിദ്യാർത്ഥി തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പൂച്ചയുടെ കടിയേറ്റ പാമ്പ് വേഗത്തിൽ ഇഴഞ്ഞു നീങ്ങുന്നതിനിടെയാണ് വിദ്യാർത്ഥിക്ക് അടുത്തെത്തിയത്. വിദ്യാർത്ഥി സ്കൂട്ടറിൽ നിന്നും സാധനങ്ങൾ എടുത്ത് മാറ്റുന്നതിനിടെയായിരുന്നു സംഭവം. പാമ്പിനെ കണ്ട് ഓടി മാറിയതിനാലാണ് കല്ലാച്ചി സ്വദേശി അബ്ദുൾ റാനിഷ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. പാമ്പ് തനിക്ക് നേരെ വേഗത്തിൽ വരുന്നത് കണ്ടയുടനെ റാനിഷ് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടി മാറുകയായിരുന്നു. സ്കൂട്ടറിന്റെ പിന്നിൽ നിന്നെത്തിയ പാമ്പ് കുട്ടിയെ കൊത്താൻ ശ്രമിച്ചെങ്കിലും ധരിച്ചിരുന്ന പാന്റിലാണ് കുത്തേറ്റത്. ഈ സംയോജിതമായ ഇടപെടൽ കാരണമാണ് വിദ്യാർത്ഥി കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പാമ്പ് വിദ്യാർത്ഥിക്ക് നേരെ പാഞ്ഞെടുക്കുന്നതും വിദ്യാർത്ഥി അത്ഭുതകരമായി ഓടി രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. കുട്ടി അവിടെ നിന്ന് ഓടി മാറിയതിനു ശേഷവും പാമ്പ് ഇഴഞ്ഞ് കുട്ടിയുടെ അടുത്തേക്ക് തന്നെ വരുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ സാധിക്കും. പാമ്പ് പിന്നീട് മറ്റൊരു വഴിയിലേക്ക് ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. വേനൽക്കാലമായതിനാൽ കടുത്ത ചൂടിൽ നിന്ന് രക്ഷ നേടാനും തണുപ്പ് തേടിയും പാമ്പുകൾ സ്കൂട്ടറുകൾക്കുള്ളിലും ഇരുചക്ര വാഹനങ്ങളുടെ പിന്നിലും കയറിക്കൂടാൻ വലിയ സാധ്യതയുണ്ട്. അതിനാൽ വാഹനങ്ങൾ എടുക്കുമ്പോഴും പുറത്തു വെച്ചിരിക്കുന്ന ചെരുപ്പുകളും ഷൂസുകളും ധരിക്കുമ്പോഴും ജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. പുറത്തിറങ്ങുമ്പോഴും ചുറ്റുപാടുകൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. തലനാരിഴയ്ക്കാണ് കുട്ടി പാമ്പിന്റെ കടിയിൽ നിന്നും രക്ഷപ്പെട്ടത്. ചിറയൻ കീഴിൽ പാമ്പ് കടിയേറ്റു മരിച്ച ദീക്ഷിലിന്റെ വീടിന്റെ സമീപം വീണ്ടും പാമ്പിനെ കണ്ടെത്തിയതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ദീക്ഷിലിന്റെ വീട് സന്ദർശിക്കാനെത്തിയ പാമ്പ് പിടുത്തക്കാരൻ രാജേഷ് തിരുവാമനെയാണ് പാമ്പിനെ കണ്ടതും പിടികൂടിയതും. ദീക്ഷിലിന്റെ വീടിന് സമീപത്ത് നിന്ന് 2 വീടുകൾക്കപ്പുറമാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു ചിറയൻ കീഴിൽ 8 വയസ്സുകാരൻ ദീക്ഷിൽ പാമ്പ് കടിയേറ്റു മരിച്ചത്. ഉറങ്ങുന്നതിനിടെയായിരുന്നു ദീക്ഷിലിന് പാമ്പ് കടിയേറ്റത്. ചിറയൻകീഴ് അഴൂരിലായിരുന്നു സംഭവം. ദിലീപ് അനു ദമ്പതികളുടെ മകനാണ് ദീക്ഷിൽ. കാലിൽ എന്തോ കടിച്ചെന്ന് പറഞ്ഞ് കുട്ടി കരയുകയായിരുന്നു. ഉടൻ ചിറയൻകീഴ് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർക്കും അത് പാമ്പ് കടിയേറ്റാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചില്ല. പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടിയുടെ മരണത്തിന് പിന്നാലെ ആശുപത്രി അധികൃതർക്കെതിരെ ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരുന്നു. സംസ്ഥാനത്ത് വീണ്ടും പാമ്പ് കടിയേറ്റ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ കുട്ടനാട്ടിലാണ് പാമ്പ് കടിയേറ്റ് വീട്ടമ്മ മരിച്ചത്. വൈശിമംഗം പുതുവന വീട്ടിലാണ് ഇന്ദിര, 65 വയസ്സാണ് പ്രായം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. വീടിനോട് ചേർന്നുള്ള ശുചിമുറിക്ക് മുന്നിൽ വെച്ച് ഇവർക്ക് മൂർഖൻ പാമ്പിന്റെ കടിയേൽക്കുകയായിരുന്നു. കടിയേറ്റ ഉടൻ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ആന്റിവെനം നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചയിൽ പാമ്പ് കടിയേറ്റ് 4 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. തൃശൂർ കോടാലി സ്വദേശികളായ സിൽജോ ജോൺസി ദമ്പതികളുടെ മക്കളായ അൽജോ, അനൂഷ് എന്നിവർക്കും പാമ്പ് കടിയേറ്റിരുന്നു. അതിൽ 8 വയസ്സുകാരനായ അൽജോയ്ക്ക് ജീവൻ നഷ്ടമായി. പാമ്പ് കടിയേറ്റ സഹോദരൻ അനൂഷ് ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം ചിറയൻകീഴ് മൂലയിൽ വീട്ടിൽ ദിലീപ് അനു ദമ്പതികളുടെ മകനായ ദീക്ഷിലും പാമ്പ് കടിയേറ്റ് മരിച്ചിരുന്നു. കായംകുളത്തും പാമ്പ് കടിയേറ്റ് 42-കാരിയായ വീട്ടമ്മ മരിച്ചിരുന്നു. കായംകുളം വ്യാപാരി വ്യവസായി സഹകരണ സംഘം സെക്രട്ടറി കൂടിയായ സെലീനയാണ് മരിച്ചത്. തിരുവനന്തപുരത്തും 2 ഇടങ്ങളിലായി വ്യാഴാഴ്ച 2 പേരെ പാമ്പ് കടിച്ചിരുന്നു. കേരളത്തിൽ പാമ്പുകടി മരണങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പാമ്പുകടി ഏറ്റവർക്ക് ആന്റിവെനം എത്രയും പെട്ടെന്ന് ലഭിക്കാൻ നടപടി സ്വീകരിച്ചുവെന്നും ആരോഗ്യവകുപ്പ് അവകാശപ്പെടുന്നു. ആന്റിവെനം ലഭ്യമായ ആശുപത്രികളുടെ ലിസ്റ്റ് ആരോഗ്യവകുപ്പ് 108 ആംബുലൻസ് ടീമിന് കൈമാറിയിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു. 108 ടീമിന് ആശുപത്രികളുടെ ലിസ്റ്റ് നൽകുന്നതിനാൽ ആന്റിവെനം ഇല്ലാത്ത ആശുപത്രികളിൽ പോയി സമയം കളയേണ്ടി വരില്ല. സംസ്ഥാനത്ത് നിലവിൽ 146 ആശുപത്രികളിൽ ആന്റിവെനം ലഭ്യമാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പാമ്പുകടി ഏറ്റാൽ ഉടൻ തന്നെ ആംബുലൻസിൽ വിളിച്ച് സഹായം തേടണമെന്നും അനാവശ്യമായ ചലനം ഒഴിവാക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാമ്പുകടിയേറ്റാൽ എവിടെയാണ് ആന്റി സ്നേക്ക് വെനമുള്ള ആശുപത്രി ഉണ്ടാവുക എന്ന് ആലോചിച്ച് അലയേണ്ടതില്ല. കനിവ് 108 ആംബുലൻസിനെ വിളിച്ചാൽ മാത്രം മതി. ഈ ആംബുലൻസുകൾക്ക് ആന്റി സ്നേക്ക് വെനമുള്ള
ആശുപത്രികളിൽ കൃത്യമായി എത്തിക്കാൻ കഴിയും. മാത്രമല്ല കനിവ് 108 ആംബുലൻസിലുള്ള പരിചയസമ്പന്നരായ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാർക്ക് കടിയേറ്റയാൾക്ക് പ്രഥമ ശുശ്രൂഷയും നിരീക്ഷണവും നൽകാൻ കഴിയും. പാമ്പ് കടിയേറ്റാൽ സംയോജിതമായ പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും നൽകിയാൽ ജീവൻ രക്ഷിക്കാൻ കഴിയും. അതിനാൽ ആന്റിവനം ലഭ്യമല്ലാത്ത ആശുപത്രികളിൽ പോയി സമയം കളയരുതെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. നിലവിൽ 146 ആശുപത്രികളിലാണ് ആന്റിവനം ലഭ്യമാണ്. ചില സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് തലം മുതലുള്ള എല്ലാ ആശുപത്രികളിലും പാമ്പുകടി ചികിത്സയ്ക്കുള്ള ആന്റി സ്നേക്ക് വെനം ലഭ്യമാണ്. അവിടെ ആന്റി സ്നേക്ക് വെനം സ്റ്റോക്ക് ഉണ്ടോ എന്ന് ഉറപ്പാക്കിയായിരിക്കും 108 ആംബുലൻസുകാർ ആശുപത്രിയിൽ എത്തിക്കുക. മാത്രമല്ല പാമ്പുകടി ഏറ്റുവരുന്ന വിവരം ആശുപത്രിയെയും അറിയിക്കാനാകും. ആവശ്യമായവർ 108 എന്ന നമ്പറിൽ വിളിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ആരോഗ്യവകുപ്പ് ആന്റി സ്നേക്ക് വെനം ലഭ്യമായ ആശുപത്രികളുടെ ലിസ്റ്റാണ് നൽകിയിരിക്കുന്നത്. ലാബ് പരിശോധനകളും അടിസ്ഥാനമാക്കി പ്രോട്ടോകോൾ പ്രകാരമാണ് ആന്റി സ്നേക്ക് വെനം നൽകുന്നത്. എല്ലാ ആശുപത്രികളും പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാഹനം വരുന്നത് വരെ പാമ്പുകടി ഏറ്റാൽ 108 ടീമിന്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കുക. പാമ്പുകടി ഏറ്റ ആളെ ശാന്തനാക്കുക. ഭീതി ഉണ്ടാക്കിയാൽ രക്തത്തിലൂടെ വിഷം പെട്ടെന്ന് പടരും. അനാവശ്യ ചലനം ഒഴിവാക്കുക. കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുക. പ്രത്യേകിച്ചും കടിയേറ്റ വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കാതെ എടുത്തോ സ്ട്രക്ചറിൽ കിടത്തിയോ ആശുപത്രിയിൽ എത്തിക്കുക. മുറിവ് ഒരിക്കലും അമിതമായി മുറുക്കി കെട്ടരുത്. എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക എന്നതുള്ളതാണ് ഏറ്റവും പ്രധാനം.